ഈ ദ്രൗപദിയുടെ ഈ വസ്ത്രം എടുക്കുന്ന സമയത്ത് ഈ വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് ഏകദേശം തീരാറായി. അപ്പൊ ആ പോയിന്റിലും ദ്രൗപദിയുടെ കയ്യിൽ ഒരു പിടുത്തുണ്ട്. ഈ പിടുത്തം കയ്യിൽ പിടിച്ചിട്ടാണ് അത്ര ഭഗവാനെ വിളിക്കുന്നത്, കൃഷ്ണ രക്ഷിക്കണേ എന്നുള്ളത്. ആ സമയത്തൊന്നും ഒരു വസ്ത്രവും ഒന്നും വന്നതായിട്ട് കാണുന്നില്ല. ആ അവസാനത്തെ തുണി ഇങ്ങനെ കീറി, കൈന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കീറി കീറി കയറി പതിയെ പോകുന്ന കാണുമ്പോഴാണ് രണ്ട് കൈയും വിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് ദ്വാരകാവാസിൻ എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ വരുന്നത്. അതുവരെ നമുക്കൊരു തോട്ട് ഉണ്ട്, എന്റെ ഈ കയ്യിലിരിക്കുന്ന ബലം കൊണ്ട് ഇതെനിക്ക് സാധിക്കും എന്നുള്ളത്, അല്ലെ? ഐ മീൻ, ആ പിടുത്തം അവിടെ ഉണ്ടെങ്കിൽ ഈ കഷ്ണം കൊണ്ട് എന്റെ മാനം രക്ഷപ്പെടുന്ന ദ്രൗപദിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു എന്നാണ്. ഏതോ ഒരു നിമിഷത്തിൽ ഇനി ഭഗവാനല്ലാതെ എനിക്ക് ആരും ഇല്ലാന്ന് തോന്നുമ്പോഴാണ് എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് രണ്ട് കൈയും മുകളിലേക്ക് വെച്ചിട്ട് ഗോവിന്ദ ദ്വാരകാവാസിൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഞാൻ പറയുമ്പോൾ പലയിടത്തും ഞാൻ കോട്ട് ചെയ്യാറുള്ള ഒരു സമ്പൂർണ്ണ ശരണാഗതിയുടെ എക്സാമ്പിൾ. ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവസാനത്തെ ഒരു ശക്തിയെ നമ്മൾ ആശ്രയിക്കും. ആ ആശ്രയിക്കുന്ന പോയിന്റിൽ നമ്മുടെ ദേഹാഭിമാനമോ നമ്മൾ ആരാണെന്നോ നമ്മുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ ബാധകമല്ല. നമ്മളും ആ ഒരു സോഴ്സും തമ്മിൽ മാത്രമുള്ള ഒരു കണക്ഷൻ വരും.